AI കാലത്താണ് ജീവിക്കുന്നത്. ഹോളിവുഡ് ആക്ടേഴ്സൊക്കെ അവരുടെ AI ഫേസ് പേറ്റന്റ് അല്ലെങ്കിൽ അവരുടെ ശബ്ദത്തിന് പേറ്റന്റുകളൊക്കെ എടുത്തു തുടങ്ങി. നിഖില വിമലിന്റെ സ്വന്തം ഫേസിന് ഡെഫിനറ്റ് ആയിട്ടും വേണം എന്നുള്ളതാണ്. അതിപ്പോൾ സിനിമയിൽ ഉപയോഗിക്കുന്നത് മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയ സ്പേസുകളിൽ വരുന്നിടത്തും എന്തോരം ഇമേജസാണ് വരുന്നത്. നവ്യ ചേച്ചിയൊക്കെ ഈ ഇടയ്ക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. അനുപമ ഈ അടുത്തൊരു കംപ്ലൈൻറ്റ് കൊടുത്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും ഇമേജസ് ഇങ്ങനെ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കി വിടുക, അതിനകത്തുനിന്ന് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം എനിക്ക് തന്നെ എത്രയോ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. എൻ്റെ തന്നെ ഈ പറഞ്ഞ പോലെ AI ഫോട്ടോസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെയും തൻ്റെയും ഒരു വീഡിയോ ആണ് വരുന്നതെന്ന് വിചാരിക്കും. സ്വാഭാവികമായിട്ടും ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കും എനിക്കും തനിക്കും പരിചയം ഉണ്ടല്ലോ, അപ്പോൾ അതിനൊരു സാധ്യതയുണ്ട് എന്ന് വിചാരിക്കും, ഇല്ലേ? സ്വാഭാവികമായിട്ടും വിചാരിക്കും. പക്ഷേ അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടുണ്ടാവില്ല. നമുക്കിത് എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുക? നമുക്ക് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ചിലത് നമുക്കറിയാം ഒറിജിനൽ ആണ് എന്നുള്ളത്, ചിലത് എന്താ നമുക്ക് ഒരു നമുക്ക് ഈ പറഞ്ഞ കംപ്ലൈൻറ്റ് കൊടുക്കുക എന്ന് പറയുന്ന സ്പേസാണ് നമുക്ക് ആകെ നിലവിലുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു പേറ്റന്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഫേസിന് നമുക്കാണ് പേറ്റന്റ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ കുറേയിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു റെസ്ട്രിക്ഷൻ വരില്ലേ? ഓക്കെ, ഇങ്ങനൊരു ചോദ്യം ചോദിക്കേണ്ടി വന്നതിൽ ക്ഷമിക്കണം. ബീങ് എ വുമൺ, ഈ ഡീപ് ഫേക്കുകളൊക്കെ കാണുമ്പോൾ പേടി തോന്നാറുണ്ടോ? ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ സിനിമയിൽ നിൽക്കുമ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഒരു സ്പേസിൽ നിൽക്കുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ അവെയർ ആയിരിക്കേണ്ട ഒരു കാര്യവും ഇതാണ്. പക്ഷെ വേറൊരാളുടെ കാര്യത്തിലും നമ്മൾ അത് തെറ്റാണ്, അത് ഒറിജിനൽ ആയിരിക്കില്ല എന്നൊരു തോന്നൽ നമുക്ക് വരുന്നു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.